ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇടിച്ചക്കയും മുരിങ്ങയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇടിച്ചക്ക ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം മതിയാവും. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ച് മതിയാവും, ഒരു 2 പിടി അത്രയും മതിയാവും കേട്ടോ കട്ട് ചെയ്തത്. ഇടിച്ചക്ക എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഇടിച്ചക്ക കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഒരുപാട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇടിച്ചക്ക കട്ട് ചെയ്യുന്ന മെത്തേഡൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു മുരിങ്ങ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലുപ്പമുണ്ട്. ചെറിയ മുരിങ്ങ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1.5 മുറിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായാണ്. അതിനുശേഷം അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം സവോള ചേർക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 6-7 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2 പച്ചമുളക് കൂടി ചേർത്തിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാങ്ങ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓവർ പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു 1/2 മുറി മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. വെള്ളം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇപ്പോൾ എല്ലാ വീട്ടിലും ചക്കയും മാങ്ങയും അതുപോലെ മുരിങ്ങയൊക്കെ ഉണ്ടാവുന്ന സീസണാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും അവൈലബിൾ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഉടഞ്ഞൊന്നും പോകരുത്. നമ്മുടെ ഇടിച്ചക്കയൊന്നും വെന്തുടയരുത്. മാങ്ങ ഞാൻ തൊലിയോടുകൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി കട്ടിയുള്ള തൊലിയാണെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ തൊലിയോടുകൂടി ഇട്ട് കൊടുത്താൽ ഒരുപാടങ്ങ് ഉടഞ്ഞു പോവില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നല്ല ഒരു പിടി സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപ്പ് വെള്ളത്തോടു കൂടി തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതായത് ഉടയുന്ന ഒരു പരുവം, ഒരുപാടങ്ങ് കുഴയരുത്, എന്നാൽ നന്നായി വെന്ത് ഉടയാറാവുന്ന ഒരു പരുവുണ്ടല്ലോ, ആ പരുവായിരിക്കണം. ഒത്തിരി അങ്ങ് വെന്തുടയുന്ന പരുവാവരുത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത്. നമ്മുടെ ചക്കയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ, പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു പിടിയോളം, നല്ല ഒരു പിടി തേങ്ങ എടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പെരിഞ്ചീരകം ഒരു 1/2 ടീസ്പൂൺ തേങ്ങയിൽ അരച്ച് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ചിക്കൻ മസാല ചേർക്കുന്നത് കൂടുതൽ ഇഷ്ടമാണ്. ആ ചിക്കൻ മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, നല്ല ജീരകം അല്ല പെരിഞ്ചീരകം, വലിയ ജീരകമാണ്, അത് ചേർത്ത് കൊടുത്താലും മതി. തേങ്ങയിൽ അരച്ച് ചേർത്ത് കൊടുക്കുക നല്ല ഫൈനായിട്ട്. എന്നിട്ട് ഈ തേങ്ങയുടെ അരപ്പ് നമ്മുടെ മാങ്ങയും മുരിങ്ങയും ചക്കയൊക്കെ വെന്ത് കഴിയുമ്പോൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ടേസ്റ്റ്, ആ ഒരു ഫ്ലേവർ വേണ്ടുന്നവർക്ക് ഒരു ഇത്തിരി കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ജസ്റ്റ് ഒന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. പരിപ്പ് ഒരുപാടങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറി ഒരുപാടങ്ങ് കുറുകിയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാവരുത്. അത്യാവശ്യം ലൂസായിരിക്കണം. ഓവറായിട്ട് അങ്ങ് തിക്കാവാനും പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസാവാനും പാടില്ല. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇടിച്ചക്ക കൊണ്ടും മുരിങ്ങ കൊണ്ടും മാങ്ങ കൊണ്ടും ഒക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇടിച്ചക്ക കൊണ്ട് പല രീതിയിലുള്ള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴുത്ത ചക്ക വെച്ചിട്ടും പഴുത്ത മാങ്ങ വെച്ചിട്ടും പച്ചമാങ്ങ വെച്ചിട്ടും മുരിങ്ങക്കായ വെച്ചിട്ടൊക്കെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് തേങ്ങയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടാകുമ്പോഴേക്ക് ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ചെറിയുള്ളിയാണ്, ഒരു 7-8 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും വേണം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് 2-3 വറ്റൽമുളക് കൂടി 1-2 ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം.
ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ഈ ഒരു ഇത് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യേണ്ട. ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോൾ തന്നെയാണ് ആ ഒരു സ്വാദ് കിട്ടുക കേട്ടോ. അല്ലാതെ ജസ്റ്റ് കടുകും വറ്റൽമുളകും ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതിനുശേഷം ഉള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്വല്പം മുളക് പൊടി, ആ ഒരു ഫ്ലേവറിനും കാണാനൊരു ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ടാണ്, കുറച്ചൊരു കളറും ഒക്കെ കിട്ടും. കുറച്ച് മുളക് പൊടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഒരു പ്രത്യേക സ്വാദാണ്. അതും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതായിരിക്കണം ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത്, കാരണം പരിപ്പും തേങ്ങയൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് തിക്കായി പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ കഴിക്കാൻ നേരത്തും അത്യാവശ്യം ഗ്രേവി ഉണ്ടാവും. സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല മണമാണ് കേട്ടോ. നമ്മൾ ആ വറുത്തിട്ടലും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആ ചക്കയും മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങക്കയുടെയും എല്ലാം കൂടെ ആ ഒരു ടേസ്റ്റ് ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇടിച്ചക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ്, പഴുത്ത ചക്ക കൊണ്ടുള്ള ചക്ക റെസിപ്പീസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പച്ചച്ചക്ക വെച്ചിട്ടും എല്ലാം. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിലെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചക്ക റെസിപ്പീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുമെല്ലാം പ്ലേലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണ് ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല, പുതിയ വീഡിയോസ് കാണാൻ പറ്റത്തില്ല. ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. വ്യത്യസ്തമായ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ വെറൈറ്റി ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ സജഷൻസ് ഒക്കെ അറിയിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇടിച്ചക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സീസണിലല്ലേ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.